മൈ ട്രൈബ്, വെൽക്കം ടു മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെഡഗോജി എന്താണ്, ഒരു പെഡഗോഗ് ആരാണ്, മോഡേൺ കോൺസെപ്റ്റ് പെഡഗോജി എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് പെഡഗോജി, എസ്പെഷ്യലി ഇവിടെ പറയുന്ന ലാംഗ്വേജ് പെഡഗോജിയാണ്. ഏത് ഇംഗ്ലീഷ് പെഡഗോജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ പ്രിൻസിപ്പിൾസ്? അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് സപ്പോർട്ടീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഏറ്റവും അധികം ഒരു ചൈൽഡിന് ആവശ്യം ഒരു ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. അവന് പഠിക്കാനായി തോന്നുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുന്നതിന് പെഡഗോജിന് വളരെ വലിയൊരു പ്രാധാന്യമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കാൻ എന്താണ് ഒരു പെഡഗോജ് ചെയ്യേണ്ടത്? ഹി ഓർ ഷീ ഷുഡ് ബിൽഡ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ത്രൂ നോയിങ് ആൻഡ് വാല്യൂയിങ് ഈച്ച് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്കറിയാം എല്ലാ വ്യക്തികളിലും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പോസിറ്റിവിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് വേണം. ഒരു കുട്ടിയെ മനസ്സിലാക്കണം, ആ കുട്ടിയുടെ നല്ല ക്വാളിറ്റീസ് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിലേ ഈ കുട്ടിയും ടീച്ചറും തമ്മിലുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന ഒരു പെഡഗോഗ് നമുക്ക് ഒട്ടും അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പെഡഗോഗിൻ്റെ ക്ലാസ്സിലിരിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ നമുക്ക് കഴിയാതെ വരും. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ആ എൻവയോൺമെൻറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണം. നെഗറ്റീവ് റിലേഷൻ അല്ല, ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമുക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം, ഭയങ്കര ലവബിൾ ആയിരിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ എന്നാലും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ആളായിരിക്കണം. he should promote a culture of value and respect for individuals and their communities. നമുക്കറിയാം ക്ലാസ് എടുക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പറയേണ്ടി വരും. പക്ഷേ എന്ത് പറഞ്ഞാലും ഒരാളെ ഡിസ്റിഗാർഡ് ചെയ്യുന്ന പോലെ പറയരുത്. ഇപ്പോൾ മുസ്ലിംസിനെ കുറിച്ച് പറയുന്നു, ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയുന്നു, അതല്ലാന്നാണെങ്കിൽ ഹിന്ദുസിനെ കുറിച്ച് പറയുന്നു, ഹിന്ദുസ് അങ്ങനെയാണ്, മുസ്ലിംസ് പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്ത് പറയാൻ പാടില്ല. കാരണം അവർ വന്നിരിക്കുന്ന കമ്മ്യൂണിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവിടുത്തെ വ്യക്തികളുടെ രീതികൾ ഭിന്നമായതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും ഭിന്നമായി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൾച്ചർ, നമ്മൾ നേരത്തെ തന്നെ കുറച്ച് കൾച്ചറൽ സുപ്പീരിയോറിറ്റി, എത്നോസെൻട്രിസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്ന പെഡഗോഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദു ആണെന്ന് വെച്ചിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയെ ഒരുപാട് പൊക്കി പറയുകയും ബാക്കി കമ്മ്യൂണിറ്റീസിനെ താഴ്ത്തി കിട്ടുകയും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അത് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അവരുടെ കൾച്ചറൽ വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യുക. റിലീജിയൻ എന്തിനാണ്? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നന്മയെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കണം. യൂസ് സ്ട്രാറ്റജി ദാറ്റ് പ്രൊമോട്ട് ടീച്ചേഴ്സ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വില്ലിങ്നെസ് ടു ടേക്ക് ടാസ്ക് വിത്ത് ദെയർ ലേണിംഗ്. അതുമാത്രമല്ല കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ചില ടീച്ചേഴ്സ്, ഒരു പെഡഗോഗ് പറയാണ്, നിങ്ങൾ പോക്കാണ്, ലാംഗ്വേജ് ഒരിക്കലും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് തീർച്ചയായിട്ടും ആ ചൈൽഡിന് ഉറപ്പായിട്ടും അതൊരു ഡിസ്കറേജ് ആയിപ്പോവും. അങ്ങനെ ചെയ്യരുത്, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല വില്ലിങ്നെസ്, ലേണിങ്ങിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ റിസ്ക് ഫാക്ടേഴ്സ് എടുക്കാനായിട്ടുള്ള വില്ലിങ്നെസ് ടീച്ചർ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ എൻഷുവേഴ്സ് ഈച്ച് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് സക്സസ് ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട്, വാല്യൂയിങ് എർ എഫേർട്ട് ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ദെയർ വേർഡ്. അതുമാത്രമല്ല കുട്ടികൾ പല കാര്യങ്ങളിലും പെഡഗോഗിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സിബിഷൻ വേറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെഡഗോഗിനെ ഒരുപാട് കുട്ടികൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ചെയ്യുന്ന വർക്കിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക. നല്ലൊരു വർക്ക് കണ്ടാൽ റെക്കഗ്നൈസ് ചെയ്യുക, നല്ലതാണെന്ന് പറയാതെ അവർക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. മോശമാണെന്നുണ്ടെങ്കിൽ മോശം എന്നും പറയാതെ ആ കാര്യങ്ങൾ, ഈ കളറ് മാറ്റി ആ കളറ് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നുള്ളത് പറയാം. ആക്ച്വലി നമ്മളൊരാൾ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണത്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണത്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയില്ല, മോശമാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ ആകരുത് ഒരു ടീച്ചർ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. ഇനി രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഷുഡ് പ്രൊമോട്ട് ഡിപ്പെൻഡൻസ് ആൻഡ് മോട്ടിവേഷൻ. നമുക്കറിയാം ഇന്ന് കുട്ടികളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ടീച്ചറിനൊരു ഫെസിലിറ്റേറ്ററിൻ്റെ അല്ലെങ്കിൽ മെൻറ്ററിൻ്റെ റോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കൊളാബറേഷൻ, അതായത് കുട്ടികൾക്ക് ലേണിങ്ങിനുള്ള റെസ്പോൺസിബിലിറ്റി കുട്ടികളുടേതാക്കി മാറ്റുക. അതായത് ടീച്ചറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഇന്നില്ല. കുട്ടികൾ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നൊരു കാര്യത്തിനെ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അവർ സ്വയം പഠിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അവരെ വെറുതെ വിട്ട് അവർ സ്വയം പഠിച്ചാൽ മാത്രമേ അവരുടെ IQ കാര്യങ്ങളൊക്കെ കൂടുകയുള്ളൂ.
അപ്പോൾ അതിന് ടീച്ചർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയുന്നു he or she should use strategy that builds skills of productive collaboration. ടീച്ചേഴ്സ് ഒരുപാട് കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. ചിലപ്പോൾ ക്ലാസ് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരും, ഒരുമിച്ച് നിന്ന് പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ശീലം ലേണിങ്ങിലും കൊടുത്താൽ അവർക്ക് നാളെ അഡൽട്ട്സ് ആകുമ്പോൾ കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ സംഭവം, സ്റ്റുഡൻസ് നീഡ്സ് ബാക്ക്ഗ്രൗണ്ട്, പെർസ്പെക്റ്റീവ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് പ്രോഗ്രാം. ചില കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് പാട്ട് പാടാനേ അറിയുള്ളൂ, അവർക്ക് ഡാൻസ് ചെയ്യാൻ അറിയണമെന്നില്ല, ആക്ട് ചെയ്യാൻ അറിയണമെന്നില്ല, ചിലർക്ക് പടം വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് പിന്നെ വേണ്ടത്. ഇപ്പോൾ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ അതുണ്ടായിരിക്കണം. അതായത് നീഡ്സ്, ബാക്ക്ഗ്രൗണ്ട്, പെർസ്പെക്റ്റീവ്, ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ, യൂസ് സ്ട്രാറ്റജി ദാറ്റ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് റെസ്പോൺസീവ് ടു ദ വാല്യൂസ്, നീഡ്സ്, ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും അഭിരുചികൾ വേറെയാണ്, അവരുടെ വാല്യൂസ് വേറെയാണ്, അവരുടെ ആവശ്യങ്ങൾ വേറെയാണ്. ആ രീതിയിലുള്ള ഒരു, ഇപ്പം നമുക്കറിയാം വീക്ക് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രൈറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. ബ്രൈറ്റ് സ്റ്റുഡൻസിന് ഒറ്റ തവണ പറഞ്ഞു കൊടുത്താൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. വീക്ക് സ്റ്റുഡൻസിന് അങ്ങനെയല്ല, അവർക്ക് കുറച്ചുകൂടി ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് പറഞ്ഞെങ്കിലേ അവർക്കത് ഇൻറ്റേർണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ നീഡ് വേറെയാണ്, അവരുടെ എത്തിക്സ് വേറെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് വേറെയാണ്. ആ രീതിയിൽ അവരെ, ആ ഒരു രീതിക്ക് നമ്മൾ മാറുന്നതായിരിക്കും എപ്പോഴും നമുക്ക് എളുപ്പം. മറ്റേ നമ്മുടെ രീതിയിൽ അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. He should use a range of strategy. A pedagogue should use a range of strategy that support the different ways of thinking and learning. അപ്പോൾ ലേണിംഗ് അല്ലെങ്കിൽ തിങ്കിങ്ങിൻ്റെ പ്രോസസ്സ് ഒരുപാട് വേറെയാണ്. അപ്പോൾ ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക, അതാണ് പിന്നെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡയറി എഴുതാനായിട്ട് കൊടുത്തു, അപ്പോൾ കുട്ടികൾ എങ്ങനെ ചിന്തിക്കണം, എവിടെ ചിന്തിക്കണം, അത് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. ആ പോയിന്റിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഹിൻസ് കൊടുക്കുക. അപ്പോൾ ഹിൻസ് കൊടുക്കുമ്പോൾ അവർ ആ രീതിയിൽ ചിന്തിക്കും. ഇപ്പം മദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, മദർ എന്ന് പറയുന്ന ഒരു പോയം, അതിനകത്തുള്ളത് നമ്മുടെ ഡെയിലി ചോർസ് ചെയ്ത് വേറെ ഒന്നിനും അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാത്ത ഒരു മദർ എന്നുള്ളതാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഇവർക്ക് മനസ്സിലാക്കാൻ അവരുടെ അമ്മയുടെ എന്താ പറയുക, കുട്ടികളോട് ചോദിക്കണം, നിങ്ങൾ who is the most busiest person in your house, who will take care of all of your daily needs, who will wash your clothes, who will prepare food, അങ്ങനെ ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് അവർക്ക് സ്വയം ചിന്തിക്കാനായിട്ടുള്ളത്, മദർ എന്ന് പറയുന്ന ആൻസർ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് സ്വയം ചിന്തിക്കാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. ഓക്കെ, ഇനി ബിൽഡ് ഓൺ സ്റ്റുഡൻസ് പ്രയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മുന്നേ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്, ഒരു ഓൾഡ് നോളജ് ഉണ്ട്, അത് ന്യൂ നോളജായിട്ട് കളക്ട് ചെയ്യാനായിട്ടുള്ള ശ്രദ്ധിക്കണം. ക്യാപിറ്റലൈസസ് ഓൺ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ആണ് ടെക്നോളജി. നമുക്കറിയാം ഇന്ന് ടെക്നോളജി ഇല്ലാതെ ഒന്നും നടക്കുന്നതല്ല. അപ്പോൾ ടെക്നോളജിക്കൽ നോളജും കുട്ടികൾക്ക് ഉണ്ടാക്കാൻ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് പ്രൊജക്ടറും വേറെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിക്കുക, അവന് പറഞ്ഞു കൊടുക്കുക ഏത് ഭാഗമാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അത് കാണിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ കേബിൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഓരോ കുട്ടികളെ ഓരോ ദിവസം വിളിച്ച് അത് ചെയ്യിപ്പിച്ചാൽ അവർക്ക് ആ ടെക്നോളജിക്കൽ നോളജ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് 3 പ്രിൻസിപ്പിൾസ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഒരു 6 പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ 3 നോക്കിയിട്ടുള്ളൂ, ഇനി ഒരു 3 പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. സ്റ്റുഡൻസ് ആർ ചലഞ്ച്ഡ് ആൻഡ് സപ്പോർട്ടഡ് ടു ഡെവലപ്പ് ഡീപ്പ് ലെവൽസ് ഓഫ് തിങ്കിങ് ആൻഡ് ആപ്ലിക്കേഷൻ. കുട്ടികൾക്ക് ഉയർന്ന രീതിയിൽ ചിന്തിക്കാനായിട്ടൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ആഴത്തിൽ ഇറങ്ങി ചെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. അതിനെന്താ വേണ്ടത്? പ്ലാൻ സീക്വൻസസ് ടു പ്രൊമോട്ട് സസ്റ്റെയിൻഡ് ലേണിംഗ് ദാറ്റ് ബിൽഡ് ഓവർ ടൈം ആൻഡ് എംഫസിസ് കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ്. അപ്പോൾ ആഴ്ന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറേ സമയമെടുക്കുന്ന ഒരു സമയമാണ്. സസ്റ്റൈൻഡ് ലേണിംഗ് എന്ന് പറയും അതിനെ. സസ്റ്റൈൻഡ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഐഡിയാസ് ഉണ്ട്, ഈ ഐഡിയാസ് എല്ലാം കണക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് സസ്റ്റൈൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമാണോ, ഐഡിയാസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ എന്താണ്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു പെഡഗോഗ് വരുന്ന സമയത്ത് എന്തൊരു കോൺസെപ്റ്റാണ് പഠിപ്പിക്കേണ്ടത്, ആ കോൺസെപ്റ്റ് അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പിന്നെ കുട്ടിക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡിസ്കഷൻ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ വീൽ എന്ന് പറയുന്നൊരു സാധനത്തിനെ പഠിപ്പിക്കുന്നു, വീലിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, ഓരോരുത്തരെ കൊണ്ട് ഓരോരോ പോയിൻ്റ് പറയിപ്പിക്കാം. അത് അവരുടെ, ഇപ്പോൾ നമ്മൾ
ആദ്യത്തെ കുറേ കുട്ടികൾ പഠിച്ചു പറഞ്ഞു, അവരൊക്കെ അറിയാവുന്ന കുറേ പോയിൻറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഇനി പോയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനോട് ചോദിക്കുക. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അവർ പറയും. ഇനി ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് അവസാനം ചോദിക്കുക. ഇവരാരും പറയാത്ത എന്തെങ്കിലും പോയിൻറ്റ്സ് അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിസ്കഷൻ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, emphasize the quality of learning with high expectation of achievement. നമുക്ക് ലേണിങ്ങിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞ്, അതായത് നിങ്ങൾ എന്താ പറയുക, റാങ്ക് മേടിച്ചാൽ ഇത് കിട്ടും, മറ്റത് കിട്ടും, മറിച്ചത് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് കുറേ കൊടുക്കുക. ലാംഗ്വേജിന് ആവശ്യം എന്താണ്, ഇമാജിനേഷൻ കൂട്ടുക, ക്രിയേറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പോയം റൈറ്റിംഗ് കൊടുക്കുക. പോയം റൈറ്റിംഗ്, അവർക്ക് പോയം എഴുതണമെങ്കിൽ പോയംസിൻ്റെ കുറേ സ്റ്റഫുകൾ അവരറിയണം. അപ്പോൾ അങ്ങനെ കുറേ വായിക്കാനായിട്ട് അവരോട് പറയുക. എങ്ങനെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ടീച്ചർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം, എന്നാലേ കുട്ടി ഒരു കവിത എഴുതുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഫോസ്റ്റർ ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്താശക്തി ഒന്നും കൂടി കൂട്ടാൻ ഒരു പെഡഗോഗിന് സഹായിക്കാൻ പറ്റുന്നത്. ഇനി അസസ്മെൻറ്റ് പ്രാക്ടീസ് എന്തെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് പ്രാക്ടീസിനകത്ത് ലേണിങ്ങും ടീച്ചിങ്ങിൻ്റെയും ഇൻ്റഗ്രേഷനാണ്. ഒരു പെഡഗോഗ് പഠിപ്പിക്കുന്നു, അത് സ്റ്റുഡൻസിൽ എത്രത്തോളം റീച്ച് ചെയ്യുന്നു എന്നുള്ളത് അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയാൽ മനസ്സിലാവും, ഒരു ഇൻറ്റേർണൽ നടത്തിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു മിഡ് സം എക്സാമോ അല്ലെങ്കിൽ ഒരു ഹാഫ് സെമസ്റ്റർ എക്സാമോ നടത്തിയാൽ പിടികിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് അസസ്മെൻറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് ടീച്ചിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും ഇൻറ്റഗ്രൽ പാർട്ടാണ്. രണ്ട് പ്രോസസ്സിൻ്റെയും ഒരു അസസ്മെൻറ്റാണ്. ടീച്ചിങ് എത്രത്തോളം നന്നായി നടന്നു എന്ന് മാത്രമല്ല, ലേണിംഗ് എത്രത്തോളം നന്നായി നടന്നു എന്ന് മാത്രമല്ല, ടീച്ചറിൻ്റെ ടീച്ചിങ് ആ ലെവലിലേക്ക് എത്തിയോ എന്നുള്ളത്. നമ്മൾ ചില പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച ചില അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് അതുപോലും എഴുതുന്ന കുട്ടികളുണ്ടായിരിക്കും. അത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടികൾ അത്രയും അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഒന്നും പഠിക്കാത്ത കുട്ടികളായിരിക്കും, പക്ഷെ അവർ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എഴുതിയിരിക്കും. അതൊരു ടീച്ചറിന് കിട്ടുന്ന വലിയൊരു അച്ചീവ്മെൻ്റാണ്. നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നും അതൊക്കെ വായിക്കുമ്പോൾ. ഇനി പിന്നീടുള്ളത് എന്താണ്, അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തുക. അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാം. ഡിസൈൻ അസസ്മെൻറ്റ് പ്രാക്ടീസ് ദാറ്റ് റിഫ്ലക്ട് ദ ഫുൾ റേഞ്ച് ഓഫ് ലേണിംഗ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ലേണിംഗ് പ്രോഗ്രാമിന് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രാക്ടീസസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇപ്പം ഒരു ചാപ്റ്റർ, ഏതൊരു ടെക്സ്റ്റ് എടുത്താലും ആ ടെക്സ്റ്റിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ മുന്നേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ബൈ ദിസ് ചാപ്റ്റർ ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് ക്രിയേറ്റീവ് ലേണിംഗ് ടു ഫോസ്റ്റർ ഇമാജിനേഷൻ, അങ്ങനെ കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റീവ്സ് എല്ലാം കിട്ടിയോ എന്നുള്ള രീതിയിലായിരിക്കണം അസസ്മെൻറ്റ് പ്രോഗ്രാം നടത്തേണ്ടത്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഒരു ഏബിൾ ടു ഫോസ്റ്റർ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇമാജിനേഷൻ കൂട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെഡഗോഗ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. ഫർദർ ലേണിംഗ് പോസിബിൾ ആകണം. പിന്നെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം. പിന്നെ എങ്ങനെയാണ് അസസ്മെൻറ്റ് പ്രാക്ടീസ് എല്ലാം റിഫ്ലക്ഷനും സെൽഫ് അസസ്മെൻറ്റിനും സഹായിക്കുന്ന രീതിയിലായിരിക്കണം. ഒരു ടീച്ചറിനും അസസ്മെൻ്റ് ഉണ്ട്, കുട്ടിക്കും അസസ്മെൻ്റ് ഉണ്ട്. കുട്ടി ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ബാഡാണോ, എക്സലൻ്റ് ആണോ, ഗുഡാണോ, ടീച്ചറും ഏത് ലെവലിലാണ് നിൽക്കുന്നത്, രണ്ടിൻ്റെയും കൂടി അസസ്മെൻ്റ് അല്ലേ. പിന്നെ യൂസസ് എവിഡൻസ് ഫ്രം അസസ്മെൻറ്റ് ടു ഇൻഫോം പ്ലാനിങ്. ഇനി കുട്ടി ചില എന്താ പറയുക കോൺസെപ്റ്റ് ഒന്നും ചിലപ്പോൾ പേപ്പറിൽ നോക്കുമ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് ഉണ്ട് കുട്ടികൾക്ക്. അതെങ്ങനെ സാധൂകരിക്കാം, അതെങ്ങനെ നമുക്ക് ദൂരീകരിക്കാം, അത് അടുത്ത ടെസ്റ്റിൽ നോക്കണം. Learning connects strongly with communities and practice beyond the classroom. In learning environment that reflect this principle, the teacher should do support the students to engage with contemporary knowledge and practice. കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂമിനകത്ത് അവരുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കഴിയണം. കാരണം പഠിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ്, ലോകത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അത് ആക്ച്വലി അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റണം. കമ്മ്യൂണിറ്റീസിൻ്റെ ലോക്കൽ ആൻഡ് ബ്രോഡർ ഇതൊക്കെ ശരിക്കും സോഷ്യൽ സയൻസിൽ വരുന്നതാണ്. അവരോട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അതും ശരിക്കും ഒരു പഠനമാണ്. എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, എന്തവരോട് ചോദിക്കണം, അതും ഒരു പഠനത്തിൽ നിന്നുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമാണോ, പ്രൊഫഷണൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രാക്ടീസസ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ കുറേ കാര്യങ്ങളുണ്ട്, പ്രൊഫഷണലിൽ കുറേ പ്രാക്ടീസ് ഉണ്ട്. ഇത് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കൊണ്ടുവരണം. അപ്പോൾ ഇത്രയാണ് ആ 6 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്